ഹലോ ഗായ്സ്, ഓഫീസിൽ പോയിട്ട് നേരെ വന്ന റൂമിലേക്ക് കയറി ആടുന്ന തുണി എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ടെറസിലേക്കാണ് വന്നിട്ടുള്ളത്. എടാ, ഏത് നേരം ഞാൻ എൻ്റെ തുണി എടുത്തിട്ട് അലക്കാൻ വേണ്ടി ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാം തുണിയും ആൾക്കാരും ഇങ്ങനെ ക്യൂ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അലക്കാനേ പറ്റയില്ല. അതുകൊണ്ടാണ് ഞാനിത് രാവിലെ 3:15 ഇപ്പം അലക്കാൻ വേണ്ടിയിട്ട് വന്നത്. എടാ, ഈ പി ജിയിൽ 2 വാഷിംഗ് മെഷീൻ ഉണ്ട്. ഈ തുണിയൊക്കെ ക്യൂവിൽ നിൽക്കുകയാണ്. അലക്കാനുള്ളതാന്ന് തോന്നുന്നുണ്ട്. കുറേ അലക്കിയിട്ട് ടെറസിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാനിങ്ങനെ അതിലോട്ട് നടക്കരുത്. ഞാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടോ, അതിലൊന്നിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ ഓഫീസ്, പിന്നെ എൻ്റെ പി ജിൻ്റെ അടുത്ത് നേരെ മുന്നിലായിട്ട് മെട്രോ ഉണ്ട് കേട്ടോ. അതിൻ്റെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ, പണിയൊന്നും പൂർത്തിയായിട്ടില്ല. ശരിക്കുണ്ടല്ലോ, എൻ്റെ പി ജിൻ്റെ മേലെ വന്നിട്ട് ഇങ്ങനെ ആ റോഡൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ആകാശം നോക്കിയിട എന്ത് രസമാണെന്നറിയോ. പിന്നെ എൻ്റെ പി ജിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതാണ് ഒരു കമ്പനി. ഇൻറ്റിക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. എടാ, നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിലുള്ള ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എടാ, എൻ്റെ പേജിന് വലിയ പ്രത്യേകത തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇത് പോകാൻ വേണ്ടി ഒരുപാട് നേരമുണ്ട്. അങ്ങനെ ഞാൻ കുറേ നോക്കിയപ്പോൾ ഈ വാഷിംഗ് മെഷീൻ നടക്കുന്നില്ലടാ, അതെന്തോ കേട് വന്ന്. പിന്നെ വലിയ അടുത്ത പ്രത്യേകത, വെള്ളം മെല്ലെ മെല്ലെ ഉറ്റിറ്റേ വരും. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് വെച്ചിട്ട് വെള്ളം നിറക്കണം ആദ്യം. നമ്മൾ ഒരിക്കൽ അലക്കിയതായിരുന്നു, വെള്ളം വീണ്ടും വീണ്ടും വന്നപ്പോൾ ഞാൻ രണ്ടാമത് തുണി അതിൻ്റെ അകത്ത് ഇട്ട് വെള്ളമാക്കിയിട്ട് ഞാൻ ഒന്നും കൂടി അലക്കിയതാണ് ഗായ്സ്. പിന്നെ എൻ്റെ വെള്ളം മാത്രമുള്ള തുണികൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ സെറ്റ് അലക്കിയിട്ട് ഞാൻ അതുകൊണ്ട് ഇട്ടതിന് ശേഷം രണ്ടാമത് വെള്ള തുണികളൊക്കെ ഞാൻ രണ്ടാമത് ഇട്ടു. എടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അലക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ, നമ്മളെ തുണി നമ്മൾ അലക്കിയില്ല പിന്നെ ആരാക്കി തരുമല്ലേ. അങ്ങനെ ഞാൻ തുണിയെല്ലാം ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്ന് കളിക്കുകയാണ്. തുണി പോലും ഞാൻ മാറ്റിയില്ല വന്നിട്ട്. കാരണം എങ്ങനെയെങ്കിലും നിന്ന് അലക്കി എടുത്തിട്ട് അയലിലിട്ടിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഈ കണ്ട അയൽ കണ്ടോ, ഇതൊക്കെ ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ കെട്ടിയെടുത്തതാണ്. എൻ്റെ മാത്രം അവകാശമുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അലക്കലെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ട് ഇനി നേരെ ഒന്ന് പോയി ഉറങ്ങണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.